نحمد الله العظيم ونصلي ونسلم على حبيبه الكريم وعلى آله وأصحابه وأتباعه الذين ساروا على النهج القويم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون. صدق الله العلي العظيم. من اتقى الشبهات فقد استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ന്റെ റഹ്മത്തും ബറക്കത്തും നമുക്കെല്ലാം ചൊരിഞ്ഞു തരട്ടെ. ജീവിതത്തിൽ ശ്രദ്ധയും വിശുദ്ധിയും അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇന്നലെ സൂചിപ്പിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വിഷയത്തെ കൂടി അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ ഉണർത്തുകയും നമുക്ക് നല്ലൊരു സന്ദേശം, ഒരു ഉപദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഹറാം നമ്മൾ ഉപയോഗിക്കരുത്. ഉടുക്കാനും ഉണ്ണാനും മറ്റൊരു ഉപയോഗത്തിനും ഹറാമുമായിട്ട് ബന്ധപ്പെടരുത് എന്നതായിരുന്നു ഇന്നലത്തെ പാഠമെങ്കിൽ ഇന്നത്തെ കാര്യം അവർ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പറയുന്നു, കലർപ്പുള്ള സ്വത്ത് പെരുമാറുന്നതിലും കരുതൽ വേണം. കലർപ്പുള്ള സ്വത്ത് ശുഭത്തിൻ്റെ മുതൽ എന്നാണ് പറയുക. ശുഭത്തിൻ്റെ മാലി എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല, ഹലാലാണ് എന്നാണെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പ് പറയാനും പറ്റുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഹറാമാണോ ഹലാലാണോ ഏത് വഴിക്ക് വന്നതാണോ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്വത്ത്. അല്ലെങ്കിൽ ഒരാൾ ഹറാമും ഉണ്ട്, അതിൽ ഹലാലും ഉണ്ട്, രണ്ടും കലർന്ന് കിടക്കുന്ന സ്വത്താണ്, അങ്ങനെ വേർതിരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സ്വത്തുകൾ ഉണ്ടാകുമ്പോൾ അതിനാണ് ശുഭത്തിൻ്റെ മുതൽ എന്ന് പറയാം, കലർപ്പുള്ള സ്വത്ത് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നിടത്തിലും നല്ല കരുതലും ശ്രദ്ധയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് മഹാനവറുകൾ നമുക്ക് തരുന്ന നിർദ്ദേശം, സതുപദേശം. ഹറാമുകൾ വെടിയണം എന്ന കാര്യത്തിൽ തർക്കമില്ല, അതെന്തായാലും വെടിയേണ്ടതന്നെ. ശുഭത്തിൻ്റെ മുതലോ കലർപ്പുള്ളതോ അത് നമ്മൾ പരമാവധി ഒഴിവാക്കണം. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നിടത്തിലോട് ഒഴിവാക്കണം. നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാവൂ. അതന്നെ നമുക്ക് ജോലി ഉണ്ടാവും. പഠിച്ചോനെ വിട്ടുപോകുമോ, അതാപിലായി പോവോ, ശിക്ഷ വാങ്ങേണ്ടി വരുമോ എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ഒരു കിടിലമായി നിലകൊള്ളുകയും സൂക്ഷ്മത നമുക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. മൊത്തത്തിൽ സൂക്ഷ്മത 3 തരത്തിലുണ്ട്, 3 ഗ്രേഡ് ഉണ്ട് ഈ സൂക്ഷ്മത. ഒന്ന്, ഹറാമുകളെ തൊട്ട് വിട്ടകലുക, ഹറാമിനെ തൊട്ട് അകലം പാലിക്കുക എന്നുള്ളത് ഒരു സൂക്ഷ്മതയാണ്. ഈ അടിസ്ഥാനപരമായ സൂക്ഷ്മത ജനവിഭാഗത്തിലെ എല്ലാവർക്കും ബാധകമാണ്. അത് അമ്പിയാക്കൾക്കും ബാധകമാണ്, മൊയ്ലിയാർ തങ്ങന്മാർക്ക് ബാധകമാണ്, സാധാരണ മനുഷ്യർക്ക് ബാധകമാണ്. എല്ലാവരും ഹറാമുകൾ ഒഴിവാക്കണം എന്നുള്ളതിൽ എല്ലാവരും ഒരുപോലെ കടപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. അത് സുബ്ഹാനഹു സൂചിപ്പിക്കുന്ന 3 ഗ്രേഡുകളാണ് ഈ സൂക്ഷ്മതക്കുള്ളത്. ഒന്ന്, വാജിബ്, നിർബന്ധമാണ് ആ സൂക്ഷ്മത പുലർത്തൽ. വഹുവൽ ഇഹ്ജാമു അനിൽ മുഹറമാത്ത് വഹദ ലിന്നാസി കാഫ. ഇത് ജനങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാകുന്ന വിഷയമാണ്. രണ്ടാമത്തൊരു സൂക്ഷ്മതയുണ്ട്, അൽ വുഖൂഫ് അനി ശുബ്ഹാത്ത്. കലർപ്പുള്ള സ്വത്തുക്കൾ എടുത്തെത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ്, അവിടെ നമ്മൾ നിൽക്കണം, ആലോചിച്ചിട്ട് അങ്ങോട്ട് കടക്കാവൂ. പക്ഷെ ഇത് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറഞ്ഞ ആളുകളെ ഇത് ചെയ്യുള്ളൂ. ഒരു പ്രത്യേകക്കാരായ ആളുകളെയാണ് അതിൽ പെടേണ്ട ആളുകളാണ് മുസ്ലിയാമാരും തങ്ങന്മാരും അതുപോലെ
കമ്മിറ്റിക്കാരും പിന്നെ പ്രസിഡന്റും ആര്യാമാരും ഇങ്ങനെ സമുദായത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യണം? ഈ കൃത്യത പാലിക്കണം, ഈ സൂക്ഷ്മത അവർ പാലിക്കണം. അപ്പോ കുറച്ചെങ്കിലും ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സൂക്ഷ്മത നമ്മൾ കൈക്കൊള്ളണം. അതാണ് മഹാനവറുകൾ തരുന്ന ഉപദേശവും. ആ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് സൂക്ഷ്മതയുടെ. അതേതാ? ഒരുപാട് ഹലാലുകൾ തന്നെ ഒഴിവാക്കുക, ചെയ്യാതിരിക്കുക. ഹലാലാണ്, ഹറാമൊന്നുമില്ല, കലർപ്പുമില്ല, പക്ഷെ എങ്കിൽ തന്നെയും ഹലാൽ ഒഴിവാക്കുക. അനിവാര്യമായതിൽ നിന്ന് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. അങ്ങനെയുള്ള ഒരു പ്രകൃതമുണ്ട്, ഒരു സൂക്ഷ്മതയുണ്ട്. അത് പക്ഷെ ആരതാണ്? അത് വദാലിക്കലിൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാര്, സിദ്ദീഖുൽ അക്ബർ പോലെയുള്ള ആ ഗ്രേഡിലുള്ള ആളുകൾ, അതുപോലെയുള്ള ആളുകൾ, ശുഹദാക്കൾ, ഔലിയാക്കൾ, അവരൊക്കെ പുലർത്തുന്നതാണ്. അവര് ഹലാലാണെങ്കിൽ തന്നെയും ഒരു ഉപയോഗിക്കൂല, വളരെ അനിവാര്യമായത് കുറഞ്ഞ അളവിലേ ഉപയോഗിക്കുള്ളൂ. അതാണ് അവരുടെ വസ്ത്രത്തിൽ വളരെ ലാളിത്യം കാണുന്നത്. അവർ ജീവിക്കുന്ന, അവർ വസിക്കുന്ന വീട് വളരെ ലോ ആയിട്ട് കാണുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഹലാലായത് തന്നെയും ഉപയോഗിക്കൂല, അധികം അനിവാര്യമായത് മാത്രം അത് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതും ഒരു ഗ്രേഡ് കൂടിയ സൂക്ഷ്മതയാണ്. അങ്ങനെ 3 തരത്തിലുണ്ട് സൂക്ഷ്മതയുടെ ഗ്രേഡുകൾ. ഇതില് രണ്ടാമത്തെ ഇടത്തിൽ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, കലർപ്പുള്ള സ്വത്ത് അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ബ്രേക്ക് ചെയ്യണം, പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കണം. ഒഴിവാക്കുന്നത് എന്തിനാ? പടച്ച റബ്ബിന് വേണ്ടി, കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ എന്നൊരു അധ്യായമുണ്ട്. സത്യവിശ്വാസികൾ എന്നാണ് അതിന് അർത്ഥം. അപ്പൊ ആ പേരുള്ള ഒരു സൂറത്തിൽ നബി അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ സ്വഭാവം വിവരിക്കുന്നുണ്ട്. അത് ഇന്നല്ലദീന മിൻ ഖശ്യത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, അല്ലാഹനെ പേടിച്ച് കഴിയുന്ന ആളുകൾ, അല്ലാഹനെ ഭയപ്പെടണം. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുമിനൂൻ, അല്ലാഹുവിന്റെ ആയത്തുകളെ കൊണ്ട് ഗാഢമായി വിശ്വസിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഈമാൻ അചഞ്ചലമായിട്ടുള്ള ആളുകൾ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അല്ലാഹനെ പേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് ശുബ്ഹത്തിന്റെ മാല് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, തിരുനബി പറഞ്ഞ ഹദീസ്, മനിത്തഖ ശുബ്ഹാത്തി, ഈ കലർപ്പുള്ള സ്വത്ത് ഉപയോഗിക്കാതെ ഒരാൾ മാറ്റിവെച്ച് അതിൽ സൂക്ഷ്മത പുലർത്തിയാൽ ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർദിഹി, അവന്റെ അഭിമാനത്തെയും അവന്റെ ദീനിനെയും പരിക്കേൽക്കാതെ പരിരക്ഷിച്ചു എന്ന് പറയാം. ശുബ്ഹത്തിന്റെ മാലിന ഓൻ തൊട്ടില്ല, ഓനത് ഉപയോഗിച്ചില്ല, എങ്കിൽ ഓന്റെ അഭിമാനത്തെയും കാത്തു, ഓന്റെ ദീനിനെയും കാത്തു. ഇനി കലർപ്പുള്ള സ്വത്തിന് ആ ഒരു വിഷയത്തിൽ ഹറാമോ ഹലാലോ ഒന്നും ഉറപ്പില്ല, ഹറാമാകുമെന്ന് പേടിയുണ്ട്, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇടപെട്ടാലോ ഹറാം, അത് ചെയ്ത് പച്ച ഹറാം തന്നെ ചെയ്യുന്നിടത്തിലേക്ക് എത്തിപ്പോകും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആളുകളുടെ ഒരു ദുർവാദമുണ്ട്, അത് മഹാനവറുകൾ എടുത്ത് ഉദ്ധരിക്കുന്നത്. എന്താ? ജനങ്ങൾ പറയും, എന്തിന് ഈ തോന്നിയാസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ഇതിപ്പോ ഈ കാലത്തൊക്കെ ഇപ്പൊ അങ്ങനെ നോക്കിയാൽ നടക്കുമോ? ഇപ്പോഴൊന്നും ഇപ്പോ അങ്ങനെ ശുദ്ധമായ സ്വത്തൊന്നും കിട്ടാനില്ല, ശരിയായ കച്ചവടമൊന്നും ഇപ്പല്ല, കിട്ടുന്ന സ്വത്തൊക്കെ എങ്ങനെയും കിട്ടുന്നതാ, അത് എങ്ങനെയും വാങ്ങി എന്ന് പറയരുത്. അതാ വല യംബഗീലിൽ ഇൻസാനി അൻ യഖൂൽ, മനുഷ്യൻ പറയൽ ചേർന്നതല്ല, മാ ബഖിയ ഫി ദുനിയ മിനൽ ഹലാലി ശൈ, ഇപ്പൊ ഒന്നും ഹലാൽ പ്യൂർ ഹലാലൊന്നും എവിടെയും കിട്ടൂല എന്ന് പറഞ്ഞ് കിട്ടുന്നതൊക്കെ വാങ്ങി കൂട്ടുന്ന ഒരു പ്രകൃതം, കിട്ടുന്നതൊക്കെ അടിച്ചു കയറ്റുന്ന ഒരു പ്രകൃതം. ഫഇന്ന ദാലിക ഖൗലുൻ ഫാസിദ്, അത് ഫസാദിന്റെ വാക്കാണ്, അത് പറയരുത്. നമ്മൾ പരമാവധി സൂക്ഷിക്കണം, ഹലാലല്ല ആവാൻ സൂക്ഷിക്കണം. അങ്ങനെ തെരഞ്ഞെടുത്ത് സൂക്ഷിച്ച് പരിശോധിച്ച് ഹലാലാണെന്ന് ഉറപ്പുള്ളതിലേക്ക് പോകുന്ന ഒരു രീതി ആവണം നമ്മുടേത് എന്നാണ്. പണ്ടുള്ള രണ്ട് മഹാന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. ഒരാൾ അയാളുടെ പറമ്പ് ഒരാൾക്ക് വിറ്റു. അങ്ങനെ അത് വാങ്ങിയ ആള് എന്ത് ചെയ്തു? എന്തോ പറമ്പിൽ പണിയെടുക്കുന്ന സമയത്ത് ഒരു നിധികുംഭം കിട്ടി, ചെറിയ ഒരു പാത്രത്തിൽ സ്വർണം, പണ്ടത്തെ നിധി കിട്ടി. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു?
ഇദ്ദേഹം ഇതെടുത്തിട്ട് തനിക്ക് ഈ പറമ്പ് വിറ്റയാളെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്ന ഭൂമിയിൽ ഞാൻ കുഴിച്ചപ്പോ എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഞാൻ ഈ നിങ്ങളുടെ ഭൂമിയുടെ മുകളിൽ കാണുന്ന മരവും ചെടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, പൊന്ന് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഈ വിറ്റ ആള് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഭൂമി വിറ്റപ്പോ ഭൂമിയിലുള്ളത് മുഴുവൻ വിറ്റിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ വിൽപ്പനയിൽ അതും പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അയാൾ മാണ്ടാന്നാ പറയുന്നത്. നമ്മളെ ഈ കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതാരോടെങ്കിൽ പറയുമോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് വാങ്ങിയ ആള് പറയാ എനിക്ക് എടുക്കാൻ പറ്റൂല, കാരണം എന്താ, ഞാൻ ഭൂമിയെ വാങ്ങിയിട്ടുള്ളൂ, ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ട സാധനം എനിക്ക് അറിഞ്ഞുകൂടാലോ, അതെനിക്ക് അവകാശപ്പെടൂലല്ലോ എന്നുള്ള കരുതൽ. കണ്ടോ, ഇത് ഹലാലാണോ? ഉറപ്പില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. മറ്റേയാളോ, ഞാൻ വിറ്റുപോയതല്ലേ, ഭൂമി വിറ്റാ പിന്നെ അതിലുള്ളതൊക്കെ അതിൽ കൂടുമല്ലോ, പിന്നെ അത് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ. അയാളും സൂക്ഷ്മത. അങ്ങനെ രണ്ടാളും സൂക്ഷ്മതയുടെ പടവിലേറിക്കൊണ്ട് തർക്കായി. രണ്ടാൾക്കും വേണ്ടാന്ന് പറയുന്നു, വേണമെന്ന് പറയുന്നില്ല. അങ്ങനെ തർക്കം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് രണ്ടു കൂട്ടർക്കും സുസമ്മതനാകുന്ന ഒരു മൂന്നാമനെ സമീപിച്ചിട്ട് അദ്ദേഹത്തിന്റെ തീർപ്പ് എന്താണോ അത് അംഗീകരിക്കുക എന്നുള്ളത് അച്ചടക്കാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, നമുക്ക് ഇന്ന ആളെടുത്ത് പോകാം, അദ്ദേഹം പറയുന്ന സൊല്യൂഷൻ എന്താണോ അത് നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, മൂന്നാമന്റെ അടുത്ത് പോയി. അദ്ദേഹം രണ്ടാളുടെയും തർക്കമൊക്കെ കേട്ടു. അപ്പൊ രണ്ടാൾക്കും വേണ്ടേ? രണ്ടാളും പറയാം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്ക്, ഒരാൾക്ക് ആൺകുട്ടിയുണ്ട്, ഒരാൾക്ക് പെൺകുട്ടിയുണ്ട്. അപ്പൊ ആ മഹാൻ നിർദ്ദേശിച്ചു, എന്നാ പിന്നെ നിങ്ങൾ ഈ ആണും പെണ്ണുമായിട്ടുള്ള മക്കളില്ലേ, അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുക. ഈ ധനം അവരുടെ കല്യാണത്തിന് വേണ്ടി, ഓരോ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചെലവാക്കിക്കൊള്ളുക. രണ്ടാൾക്ക് തീർപ്പതിയാകൂലേ? ഓക്കെ എന്നാണ്. അങ്ങനെയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായത്. അത്രയും സൂക്ഷ്മത നമ്മുടെ മുൻഗാമികൾ കാണിച്ചിട്ടുള്ളത് നമ്മളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ നമ്മളെ ഉണർത്തിയത്. നമുക്ക് നന്മ സ്വീകരിക്കാനും നല്ലത് കൂടുതൽ ചെയ്യാനും സൂക്ഷ്മതയിൽ ജീവിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഹറാമുകളിൽ നിന്ന്, കലർപ്പുള്ള സ്വത്തുക്കളിൽ നിന്ന്, കലർപ്പുള്ള ഇടപാടുകളിൽ നിന്ന് ഒക്കെയും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ ഖൈറുകളും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.